ஹலோ நமஸ்காரம். வாங்க உட்காருங்க. எப்படி இருக்கு? சௌக்கியமா? ரெட்ரோ ஸ்டாரிங் த ஒன் அண்ட் ஓன்லி நடிப்பின் நாயகன் சூர்யா, ஜோஜு ஜார்ஜ், ஜெயராம், பூஜா ஹெக்டே, and the movie is directed by the one and only Karthik Subaraj. இந்த வாட்டி டே 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 இந்த வாட்டி மிஸ் ஆகாதுடா. இந்த வாட்டி மிஸ் ஆகக்கூடாது. സീരിയസ്ലി മാൻ, இந்த വാട്ടി മിസ്സാകக்கூடாது. ഞാനിതിന് മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. വീണ്ടും ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. അതായത് സൂര്യയുടെ ഇതിന് മുമ്പ് ഇറങ്ങിയ സിനിമ ഗംഗുവ. ശിവ പണി പറ്റിച്ചു, സൂര്യ അതിൽ കയറി തലയും വെച്ചു. ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ സീരിയസ്ലി വളരെ സങ്കടത്തോട് കൂടിയിട്ട് കണ്ടു തീർത്തൊരു സിനിമയത്. സൂര്യ എന്നൊക്കെ പറയുന്നത് ഏത് റേഞ്ചിൽ നിൽക്കുന്നൊരു നടനാണ്. നമുക്കറിയാം, എന്തോരം സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സിനിമ കണ്ടു കഴിഞ്ഞ് ഇറങ്ങി വന്ന ആ സിനിമയെക്കുറിച്ചിട്ട് ഒപ്പീനിയൻ ഞാൻ പറഞ്ഞതും വളരെ സങ്കടത്തോട് കൂടിയിട്ടാണ്. സങ്കടത്തോട് കൂടി മാത്രമല്ല, വളരെ ദേഷ്യത്തോട് കൂടിയിട്ടാണ് ഞാൻ സംസാരിച്ചത്. ആ ഒരു ഒപ്പീനിയൻ വീഡിയോൻ്റെ അകത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. എത്രയും പെട്ടെന്ന് ആസ് സൂൺ ആസ് പോസിബിൾ കാർത്തിക് സുബരാജിൻ്റെ കൂടെ സൂര്യ ചെയ്ത പടം ഒന്ന് എത്രയും പെട്ടെന്ന് ഇറക്കി വിടണം എന്ന് ഞാൻ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നൊന്നുമല്ല. ആസ് എ സൂര്യ ഫാൻസിന് മേ ബി ഞാൻ പറയുന്ന കാര്യങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും, റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എജ്ജാതി നടനാണ് പുള്ളി. പുള്ളി ഡിസേർവ് ചെയ്യുന്നൊരു സക്സസ് പുള്ളിക്ക് വേണ്ടേ? ഒരു ഗംഭീര കംബാക്ക് പുള്ളിക്ക് വേണ്ടേ? ശരിയാണ്, ചെയ്തിട്ടുണ്ട് പുള്ളി. ഹിറ്റ് കിട്ടിയിട്ടുണ്ട്. സൂര്യ പോട്ടർ, ജൈവിയും ഒക്കെ ഹിറ്റ് സിനിമകളൊക്കെ തന്നെയാണ്. പക്ഷെ അത് OTT വന്ന് പോയതല്ലേ. നല്ല സിനിമ എന്നുള്ള രീതിയിൽ ഓക്കെ, അതിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. പക്ഷെ ഒരു നല്ല നടൻ്റെ സിനിമ തിയേറ്ററിൽ ഇറങ്ങി നമുക്ക് തിയേറ്ററിൽ പോയി കണ്ട് കൈയടിച്ച് എൻജോയ് ചെയ്ത് ആഘോഷിച്ചിട്ട് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് പറ്റുന്നൊരു സാഹചര്യം വേണ്ടേ? അപ്പം നമ്മൾ പ്രേക്ഷകർക്കും ഒരു സന്തോഷം, ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ അവർക്കും അതൊരു വലിയ നേട്ടം തന്നെയാണ് തിയേറ്റർ ഹിറ്റ് എന്ന് പറയുന്നത്. സോ ആ രീതിയിൽ നോക്കുന്ന സമയത്ത് സൂര്യയ്ക്ക് കുറച്ചായി അങ്ങനെ ഒരു പരിപാടി കിട്ടിയിട്ട്. അപ്പോൾ കാർത്തിക് സുബരാജിലാണ് വല്ലാത്തൊരു വിശ്വാസവും പ്രതീക്ഷയും. അത് റെട്രോ ഇറങ്ങട്ടെ, ഗംഭീരമാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്, അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, എന്താ വാട്ടി മിസ്സാകക്കൂടാതെ എന്ന്. അപ്പം നമുക്ക് ഏതായാലും ട്രെയിലർ കാണാം. ഞാൻ ഇത്രയും പറഞ്ഞത് എനിക്ക് പറയാൻ തോന്നിയത് കൊണ്ട് പറഞ്ഞത് തന്നെയാണ്. ടീസർ വന്നു, ഇതിൻ്റെ നല്ല ഗംഭീര അടിപൊളി ടീസറായിരുന്നു. പ്രതീക്ഷ തന്ന ടീസർ തന്നെയായിരുന്നു. ഇനി ട്രെയിലർ കാണാം എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ കമോൻ എവരിബഡി. ഈ വീടൊക്കെ തിയേറ്റർ നല്ല കൈയിടായിരിക്കും അല്ലേ? അട്രാക്റ്റീവ്. ഓ ജോജു പവർ എതുമേ ശരിയാവല്ലേ? അടിതടി പവർ അവളെ കിട്ടത്തട്ട ഒരു ബുദ്ധരാകും. அடிதடி ரத்தம் எதுவும் என்ன விட்டு போல போவாது. நிறைய அளவிச்சிட்ட பாரு. இவ்வளவுதான். எப்போ வரும்? எப்போ வரும்? சிறப்பான தரமான சம்பவம் நீ பாப்பீங்க. ஆட போறானோ നാളെ ഊരേ കൈ കൊടുത്ത്. എന്തായാലും ജയറാമേട്ട നല്ല ക്യാരക്ടറാട്ടോ ഇതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു. ഇത് കണ്ടിട്ട് നല്ല രസമുണ്ട്. എന്തായാലും വെറുതെ ആവൂല. உண்மையான போர் வரணும்னு தான் காத்திருக்கோம். போய் சீக்கிரம் வர சொல்லு அந்த ஒருத்தன்.
ജോലി പൊളിക്ക കത്തി ചേർന്നോടെ പവറ് എന്നാ പള്ളി വെച്ചിരിക്ക സുബോ പൊള്ളി 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 മൂത്ത ഫയറ് സൂര്യ നോക്കി ഇതിനകത്ത് പണി വെക്കാൻ വേണ്ടി പോണത് തീ സാധനം നല്ല കേടു പെർഫോമൻസ് ആയിരിക്കും ഇതിൻ്റെ അകത്ത് സൂര്യനാണെന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അണ്ണ അല്ലെങ്കിൽ കിട്ടിയൊരു ആക്ടറാണ്. എന്താ കണ്ണിലിറുക്ക് ഫയർ. പക്ഷെ അണ്ണന് നല്ല സ്ക്രിപ്റ്റ് കിട്ടണം എന്നുള്ളതാണ്, നല്ല ഡയറക്ടറുടെ കയ്യിൽ കിട്ടണം എന്നുള്ളൊരു കാര്യം മാത്രമാണ്. അതുതാ എന്താ വാട്ടി എന്താ പ്രശ്നം എല്ലാം തീർത്തിടും അണ്ണൻ. കാർത്തി പണി വെച്ചിരിക്ക இந்த ട്രെയിലർ பார்த்தாலே தெரியுது പോലീസ് സാധനം പൊള്ളി 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 പവർ സാധനം. ഒരു സംശയമില്ലാതെ പറയാം, ഒരു സംശയമില്ലാതെ പറയാൻ വേണ്ടി വരും. അടിപൊളി സിനിമയായിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സീരിയസ്ലി മാൻ, എക്സാജറേറ്റ് ചെയ്ത് പറയണമെന്ന് നിങ്ങൾ വിചാരിച്ചോ യാതൊരു കുഴപ്പമില്ല. ആസ് എ ഫാൻ ഐ ആം ടോട്ടലി ഹാപ്പി. എനിക്ക് അല്ലെങ്കിലും കാർത്തി സൂപ്പരാജിന്റെ കൂടെ സൂര്യ വരണമെന്നുള്ള കാര്യത്തിൽ തന്നെ പ്രതീക്ഷയുണ്ട്, സന്തോഷമുണ്ട്. മനസ്സിലായ ടീസർ കണ്ടു, ഇപ്പം ഈ ട്രെയിലർ കൂടി കണ്ടപ്പോൾ എന്തൊക്കെയാണ് മോനെ, എന്താ ഇതിൻ്റെ അകത്ത് കുറ അല്ലേ? മറ്റേ എന്താണ് കോമഡിക്ക് കോമഡി ഉണ്ടാവും, റൊമാൻസ്, മാസ് ഫുൾ പാക്കേജ്. അത് ഉത്സവം, തിയേറ്റർ ഉത്സവം പോറെ. എന്തായാലും ഒരു മേക്കിംഗ് സ്റ്റൈൽ നമ്മൾ പറയില്ലേ, ഓരോ ഡയറക്ടേഴ്സിന് ഓരോ മേക്കിംഗ് സ്റ്റൈൽ ഉണ്ട്. കാർത്തിക് സുബരാജിന്റെ നമ്മൾ കണ്ടതാണ്, ജീവകണ്ട അല്ലേ, XX ആയിക്കോട്ടെ, മൂപ്പരുടെ ഒരു വേ ഓഫ് മേക്കിംഗ് ഉണ്ട്. ഇതിൻ്റെ അകത്തേക്ക് വരുന്ന സമയത്താണെങ്കിലും ആ ഒരു പരിപാടി നമുക്ക് കാണാനുണ്ട്. അയാളുടേതായിട്ടുള്ളൊരു സാധനം, അതൊരു ബ്രാൻഡാണ്. അതവിടെ സീലടിച്ച പോലെ തന്നെ കിടക്കും. ഇത് ഇന്ന ആളുടെ ഐറ്റം ആണെന്നുള്ള കാര്യം നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ഇത് കിട്ടും എന്നൊക്കെ നമ്മൾ പറയത്തില്ല. അത് എന്താ ഈ ഒരു ട്രെയിലർ കാണുന്ന സമയത്ത് കിട്ടുന്നുണ്ട്. കാർത്തിക് സുബരാജ് സംഭവം നമ്മൾ ഓഫ് കോഴ്സ് അല്ലേ ഡയറക്ടറെ കുറിച്ചും പറയണ്ടേ, ആക്ടറെ കുറിച്ച് മാത്രം പറഞ്ഞാൽ പോരല്ലോ. എന്താണ് ഒരു നല്ല ഡയറക്ടർ ഉണ്ടെങ്കിൽ നല്ല ആക്ടർ ഉള്ളൂ. ആക്ച്വലി നല്ല ആക്ടറായി ഇരിക്കാൻ പറ്റും. പക്ഷെ നല്ല ഡയറക്ടേഴ്സിന്റെ കയ്യിൽ കിട്ടിയില്ല, നല്ല ഡയറക്ടേഴ്സ് ആക്ടറെ യൂസ് ചെയ്തില്ല, നല്ല സ്ക്രിപ്റ്റിന്റെ ഭാഗമായില്ല എന്നുണ്ടെങ്കിൽ ആക്ടർ വേസ്റ്റ് ആവും. ഇപ്പൊ സൂര്യ ഗംഭീര ആക്ടറാണ്, പക്ഷെ ഊമ്പിയ സിനിമ പണി അറിയാത്തവന്റെ കയ്യിൽ കിട്ടിയിട്ട് എന്ത് കാണിച്ചു? മൂഞ്ചി അല്ലേ? ഇത് നോക്കിയോ പണ്ണാൻ വേണ്ടി പോണത്. ഗംഭീര പണി ഉണ്ടാവും അണ്ണനും പണി, ഡയറക്ടറും പണി ഉണ്ടാവും. അത് പാക്ക പോലെ തിയേറ്ററിൽ May 1 ഉസാറാവും, പൊളിക്കും. പിന്നെ ജോജു എന്താ പവർ ട്രെയിലറിൻ്റെ അകത്ത്, പവർ തീ. പിന്നെ മറ്റേ ജയറാമേട്ടൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സന്തോഷം. കാണാൻ കുത്തിയായിട്ടിരിക്കുകയാണ്. ജയറാമേട്ടൻ്റെ കാര്യം പറയാം, ഓപ്പണായിട്ട് പറയാം, കാണാൻ കുത്തിയായിട്ടിരിക്കുകയാണ്. കാർത്തിക് സുബരാജിന്റെ ഇന്റർവ്യൂവിൻ്റെ അകത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു ജയറാമിന് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണെന്നുള്ളത്. എന്തായാലും കാർത്തിക് സുബരാജ് ആയതുകൊണ്ട് തന്നെ മറ്റുള്ള കുറേ ഊമ്പന്മാരുണ്ടല്ലോ, കുറേ മണ്ണുണ്ണികൾ ഊമ്പിച്ച് വെക്കണ പോലുള്ള പരിപാടി ഒന്നും, സോറി ഐ എം യൂസിങ് ബാഡ് വേർഡ്സ്, ഐ എം സോറി, റിയലി സോറി. ഒരു എക്സൈറ്റ്മെന്റ് കൊണ്ട് പറഞ്ഞു പോകുന്നതാണ്, ഐ എം സോറി. പലരും പുള്ളിനെ കോമാളിത്തരം കാണിപ്പിച്ചിട്ടുണ്ട്. പലരൊന്നും ഞാൻ പറയുന്നില്ല, ശങ്കറിന്റെ മറ്റേ പടത്തിൽ മാത്രമേ പറഞ്ഞുള്ളൂ. മറ്റുള്ള ചില സിനിമയിലൊക്കെ നല്ല ക്യാരക്ടറൊക്കെ പുള്ളിക്ക് കിട്ടിയിട്ടുണ്ട്. ജയറാമിന്റെ കേസിൽ ശങ്കർ മാത്രമാണ് അയാളെ മുമ്പെന്ന് അയാളെ വിളിച്ചതല്ല, ഞാൻ പറഞ്ഞു വന്നപ്പോൾ വിളിച്ചതാണ്. ഒരിക്കലും അങ്ങനെ വിളിക്കുന്നത് മോശമാണ് ഡയറക്ടേഴ്സ്, ഐ എം സോറി. ശങ്കറിനെ വിളിച്ചതല്ല, ഞാൻ ഇത് പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞതാണ്. ശങ്കറിന്റെ ഗെയിം ചേഞ്ചർ കണ്ടപ്പോൾ എനിക്ക് പൊളിഞ്ഞു കയറാൻ വേണ്ടി തുടങ്ങി. സീരിയസ്ലി എന്താണ് ഒരു ആക്ടറെ വെച്ച് കോമാളിത്തരത്തിന്റെ പീക്ക് ലെവൽ വരെ അതിൻ്റെ അകത്ത് എന്തൊക്കെ ചെയ്യിപ്പിച്ച് വെച്ചിരിക്കണേ. നമുക്കെല്ലാം കാണുമ്പോൾ സങ്കടം തോന്നും, ദേഷ്യവും തോന്നും. പക്ഷെ ഇവിടെ നോക്കിയോ, കാർത്തിക് സുബരാജിന്റെ പടത്തിൽ നോക്കിയോ, പണ്ണാൻ പോണതാണ്. ഇതിനകത്ത് എല്ലാവരുടെ പെർഫോമൻസ് കാണാൻ പറ്റും. ജോജുവിൻ്റെ ആയിക്കോട്ടെ, സൂര്യയുടെ ആയിക്കോട്ടെ, ജയറാമേട്ടനായിക്കോട്ടെ. നിങ്ങൾ എഴുതി കുറിച്ചിട്ടോ, ഈ പടം റിലീസാവുന്ന സമയത്ത് സൂര്യക്കും ജോജുവിനും മാത്രമായിരിക്കില്ല, ജയറാമേട്ടനെ കുറിച്ചിട്ടും ആൾക്കാർ ഗംഭീര അഭിപ്രായമായിരിക്കും പറയാൻ വേണ്ടി പോണേ. ആ ക്യാരക്ടറിനെ കുറിച്ചും അയാളുടെ പെർഫോമൻസിനെ കുറിച്ചിട്ടും. എനിക്ക് എന്തായാലും ഈ ഒരു ട്രെയിലർ കണ്ടോത്തോളം അങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നത്. എന്തായാലും ഉഷാറാവട്ടെ. പൂജ ഹെഗ്ഡെ മുത്ത് ഒക്കെ ഉണ്ട്. എന്തായാലും റെട്രോ ഗംഭീര വിജയമാവട്ടെ. എന്തായാലും ട്രെയിലർ കണ്ടോത്തോളം ഉഷാർ, പൊളി. സൂര്യ അണ്ണേ പൊളി, മച്ചാനെ തിരിച്ചു വാ, തിരുമ്പി വാ. എന്താ വാട്ടേ മിസ്സാവാതെ, മിസ്സായിട കൂടാതെ. അപ്പൊ ശരി എന്നാ.